ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ജൂലൈ മാസത്തെ പ്ലാനറാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാനർ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്ലാനറിൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാനർ എന്താണെന്ന് കാണാവുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ പ്രാവശ്യവും നമ്മുടെ കൂടെ പ്ലാനറാക്കാൻ വേണ്ടി പാർവതി ഉണ്ട് കേട്ടോ. അപ്പോൾ പാർവതിയുടെ പ്ലാനറും എൻ്റെ പ്ലാനറും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ പ്ലാനർ നോക്കി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ പ്ലാനറിൻ്റെ തീം ഞങ്ങൾ എടുത്തിരിക്കുന്നത് വാട്ടർമെലൺ തീമാണ് കേട്ടോ. അപ്പോൾ വേഗം വെറുതെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിൽ കിട്ടിയതാണ് വാട്ടർമെലൺ തീം എന്ന്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വാട്ടർമെലൺ തീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ജൂലൈ എന്ന് എഴുതാണ് കേട്ടോ, മിഡിലായിട്ട്. പിന്നെ ബാക്കി മുഴുവനും ഓരോ ഷേപ്പിലായിട്ടുള്ള വാട്ടർമെലൻസ് കട്ട് ചെയ്തിട്ടും പിന്നെ മെലൻസ് കട്ട് ചെയ്യാതായിട്ടുള്ളതും അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ലവ് ഷേപ്പിലും പിന്നെ ഓവൽ ഷേപ്പിലെല്ലാം ഞാൻ വാട്ടർമെലൻസ് ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് പാർവതിയുടെ ഐഡിയ ആയിരുന്നു കേട്ടോ. ലവ് ഷേപ്പിലും പിന്നെ സ്റ്റാർ ഷേപ്പ്, മൂൺ ഷേപ്പ്, അങ്ങനെ പലവിധ ഷേപ്പിൽ നമുക്ക് വാട്ടർമെലൻസ് വരയ്ക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ല രസമായിരിക്കുമല്ലോ കാണാമെന്ന്. അപ്പോൾ ഞാനും അതേപോലെ തന്നെ വരച്ചു. ഇതാണ്ടോ ഞങ്ങളുടെ സെക്കൻഡ് പേജ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്കൻഡ് പേജിൽ തന്നെ ഞങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു കോട്ടാണ് കേട്ടോ. ആ കോട്ട് വരുന്നത് യു ആർ ലിവിങ് ഇൻ എ മെലൺ. അങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു മെലണിലാണ് താമസിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് നോട്ട്സിനുള്ള കോളം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെലൺ തീമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ഫുള്ളി ഡാർക്ക് ഗ്രീൻ പിന്നെ ലൈറ്റ് ഗ്രീൻ പിന്നെ റെഡ് അങ്ങനത്തെ കളേഴ്സ് എല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കോട്ട് പേജ് ആയിട്ടാണ് നമ്മുടെ സെക്കൻഡ് പേജ് വരുന്നത്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് കാലണ്ടർ പേജാണ്. അവിടെ ഞാൻ കുറേ കാലണ്ടർ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് എൻ്റെതാണ്. ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ആദ്യത്തെ പേജിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് പ്ലാനറാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാർവതിയുടെ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും പിന്നെ ഷെയറും ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് കേട്ടോ പാർവതിയുടെ. അപ്പോൾ പാർവതി വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിസൈനിങ് പണി ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പാർവതിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ പേജിൻ്റെ. ഇനി അടുത്ത പേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഗോൾസും. പിന്നെ ഈ പ്രാവശ്യം ഒരു പുതിയൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ്റെ പേരാണ് ബ്രെയിൻ ഡംപ്സ്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യൂലേ, അതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ബ്രെയിൻ ഡംപ്സ്. ഡംപ് എന്ന് വെച്ചാൽ പൊട്ടൻ എന്നാണ് അർത്ഥം. പിന്നെ അതിൻ്റെ അടുത്ത പേജിൽ എല്ലാവർക്കും ഫേവററ്റ് ആയിട്ടുള്ള മൂഡ് ട്രാക്കർ പേജാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ മുഴുവനും വാട്ടർമെലൺ സ്ലൈസസ് ആണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗോൾസിൻ്റെ
ആ ഗോൾസ് എന്ന് എഴുതിയിരിക്കുന്ന സെക്ഷനിൽ ഞാനൊരു പകുതിയാക്കി മുറിച്ചിരിക്കുന്ന ഒരു വാട്ടർമെലണും പിന്നെ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഒരു ജ്യൂസും പിന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രെയിൻ ഡംസ് എന്നുള്ള സൈഡിൽ ഞാൻ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ കൂടെ പിന്നെ ഒരു വാട്ടർമെലണും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗോൾസിനെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് അതെന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ ഒരുമിച്ച് വേണ്ടി വരില്ലല്ലോ, നമ്മൾ ഒറ്റ വരി ഫുള്ളും അപ്പോൾ ആവശ്യമില്ലാതെ അങ്ങനെ സ്ഥലം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ വാട്ടർമെലൻ്റെ ഒരു വൈൻസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ഗ്രീൻ കളർ വൈൻസ് ഞാനവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെയിൻ ഡംസിൻ്റെ അവിടെ ഞാൻ റെഡ് കളർ വൈൻസാണ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൂഡ് ട്രാക്കറിന് ഞാനിവിടെ വാട്ടർമെലൺ വരച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഫുൾ വാട്ടർമെലൺ. പിന്നെ ഞാൻ അതിനകത്ത് നമ്മുടെ മൂഡ് വരയ്ക്കാനായിട്ട് ഞാൻ കുറേ വാട്ടർമെലൺ സ്ലൈസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഓരോ മൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള കളേഴ്സിൻ്റെ സെക്ഷന് ഞാൻ ആ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പേജ് ഇവിടെ ഏകദേശമൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അപ്പോൾ പാർവതിയുടെ ആ 2 പേജസ് വരുന്നത്. ഇനിയിപ്പോൾ പാർവതി അടുത്ത പേജാണ് കേട്ടോ പെൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പേജിൽ നമ്മൾ വീക്ക്ലി പ്ലാന്, പിന്നെ നമ്മൾ ഒരു ചെറിയൊരു കലണ്ടർ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇവൻറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ മൂഡ് ട്രാക്കറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്ലാൻഡഡ് ലൈൻസ്, സ്ലാൻഡഡ് ആയിട്ട് ഗ്രീനും പിന്നെ റെഡും ആണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ആ വാട്ടർമെലൻ്റെ സ്ലൈസസ് ഉണ്ടാവില്ലേ, അവിടെ എല്ലാം ഞാൻ ഒരു ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പാർവതിയുടെ ഈ 2 പേജസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലി ആയിട്ട് ഞാൻ നിങ്ങളെ റിവീൽ ചെയ്ത് കാണിച്ചു തരാം. ഏറ്റവും തന്നെ എൻ്റെ റിവീൽ ചെയ്യാം. ഇതാണ് കേട്ടോ പാർവതിയുടേത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ പ്ലാന് വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പാർവതിയുടെ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും പിന്നെ ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുകൂടി ഇനിയിപ്പോൾ എൻ്റെ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.